ഞാൻ ഡോക്ടറുടെ എല്ലാ റിപ്പോർട്ട്സും ആയിട്ട് ഇവിടെ നേരെ ഓഫീസിലോട്ടാണ് വന്നത്. ഞാൻ ഓഫീസിലെത്തിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഉടമ്പടി എടുത്തോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുക്കാനാണ് വന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞു, വിശ്വാസത്തോടെ മാതാവിനെ ഏൽപ്പിച്ച് നീ ഉടമ്പടി എടുത്താൽ നീ നിൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയും, അതിന് മാതാവ് ഇടയാക്കുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഈ സ്റ്റെപ്പ് കയറുന്നത് എനിക്ക് കുറച്ച് പേടിയായിരുന്നുകൊണ്ട് ഞാൻ ഓഫീസിൽ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ മാതാവിനെ ഏൽപ്പിക്കുക, നിൻ്റെ കുഞ്ഞിനെയും നിന്നെയും അമ്മ നോക്കിക്കോളും എന്ന് പറഞ്ഞു. ഞാനങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലെത്തി ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പം എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് കുറച്ച് ക്ഷീണമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഓഫീസിലോട്ട് തന്നെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒത്തിരി സമയം വെയിറ്റ് ചെയ്യണ്ട, നീ അമ്മയെ ഏൽപ്പിച്ചതല്ലേ, ബാക്കിയെല്ലാം അമ്മ നോക്കിക്കോളും, നീ നിൻ്റെ കുഞ്ഞുണ്ടാകുമ്പോൾ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ സ്കാനിങ് സെൻറ്ററിലോട്ട് പോയി. ഡോക്ടർ പറഞ്ഞു, ആ സ്കാനിങ് സെൻറ്ററിൽ ചെന്നപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, റേഡിയോളജിസ്റ്റ് പറഞ്ഞു, ഗൈനക്കോളജിസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ ആ ലോക്കറ്റും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ കരയുമായിരുന്നു. സ്കാനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മുന്നിൽ വലിയൊരു സ്ക്രീനാണ്. ആ സ്ക്രീനിൽ കുറേ സമയത്ത് ഡോക്ടറൊന്നും പറയുന്നില്ല. ഡോക്ടർ ആദ്യം ഒരു സ്കാൻ ചെയ്തു, പിന്നെ ഡോക്ടർ ഒരു ഫോൺ ചെയ്തു, പിന്നെ ഒന്നുകൂടെ സ്കാൻ ചെയ്തു, പിന്നെ ഒരു ഫോൺ ചെയ്തു. അത് ഇപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറോട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇയാളുടെ ആദ്യത്തെ 2 റിപ്പോർട്ടിലും ട്യൂബിലാണ് പ്രഗ്നൻസി,